ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും രേവതിക്കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മാമച്ച രോഹിത്തിനോട് പറയും, നമ്മൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഒരു ബലം കിട്ടില്ല, ഒറ്റപ്പെട്ടു പോകുമെന്ന്. അപ്പോൾ അലീന ചോദിക്കും, എന്താണെങ്കിലും അവിടെ ഒരു രഹസ്യം പറിച്ചില്ലേന്ന്. അപ്പോൾ മാമച്ചൻ പറയും, നിങ്ങളെ നിലയ്ക്ക് നിർത്താനൊരു തന്ത്രം പറഞ്ഞു കൊടുക്കുക, 2 പുരുഷന്മാരല്ലേ ഉള്ളൂ, പിടിച്ച് നിൽക്കണ്ടേന്ന്. അപ്പോൾ അലീന ചോദിക്കും, ഇവിടെ എന്താ വല്ല വടംവലി മത്സരം നടക്കുന്നുണ്ടോ? രേവതിക്കുട്ടി വലിയ പിണക്കത്തിലാണ്. ആളോട് പറഞ്ഞില്ല, ഗ്രേസമ്മോടാണല്ലോ പറഞ്ഞത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണി കിടക്കേണ്ടി വരും, ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഗ്രേസമ്മാൻ്റെ ഒന്നും പറഞ്ഞില്ലെന്ന്. അതൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കണില്ല, എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേനെ, ഇവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാമച്ചൻ പറയുമ്പോൾ ഗ്രേസമ്മ പറയും, മാമച്ചൻ എല്ലാവരെയും അവിടെ പോയി പരിചയപ്പെട്ടതല്ലേ, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ. എന്നിട്ട് നമ്മുടെ ഗ്രേസമ്മ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും, ഇത് കൃഷ്ണമോള്, ഇത് ബബിതമോള് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 2 പേരെയും മാറിയാണ് പരിചയപ്പെടുത്തുക. കൃഷ്ണനെ ബബിത എന്നും ബബിതനെ കൃഷ്ണ എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പോൾ രേവതിക്കുട്ടി പറയും, തെറ്റിപ്പോയി എന്ന് പറയും. അപ്പോൾ മാമച്ചൻ ഗ്രേസമ്മേനെ കളിയാക്കും, ഭയങ്കര ഓർമ്മശക്തി തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രേസമ്മ പറയും, പേരെല്ലാം തെറ്റിപ്പോയുള്ളൂ, ആൾ മാറിയല്ലോ എന്ന്. അപ്പോൾ മാമച്ചൻ പറയും, എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയും, ആൻറ്റി ഒരു വട്ടേ പറയുള്ളൂ, അതൊന്നും എല്ലാവരും മനസ്സിലാക്കിക്കോണം. അപ്പം എന്നിട്ട് പിന്നെ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ബബിതയും കൃഷ്ണയും അലീനയൊക്കെ പോവും, രോഹിത്ത് മാത്രം അവിടെ നിൽക്കും. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കും, രോഹിത്തേട്ടൻ വരുന്നില്ലേന്ന്. മാമച്ചൻ പറയും, ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ കൂട്ടി കൊടുക്കോളാം, അതാണ് നല്ലതെന്ന് പറയും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി റൂമിലേക്ക് പോകും. അവൻ മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായിട്ട് വരട്ടെ എന്ന് പറയും. അപ്പോൾ ചെസ്സ് കളിക്കാൻ അറിയുമെന്ന് പറഞ്ഞ് മാമച്ചൻ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഗ്രേസമ്മ പറയും, മാമച്ച അവനെ ചെസ് ബോർഡിൻ്റെ മുന്നിൽ പ്രതിമ പോലെ ഇരുത്താതെ പിള്ളേർ ഇതിനെയൊക്കെ ഒന്ന് ഓടിക്കളിക്കട്ടെ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനാണ്. യാത്രയിലാണ്. ഗോവർദ്ധനൻ നല്ല ഉറക്കമാണ്. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടും. അപ്പോൾ ഗോവർദ്ധനൻ ഞെട്ടിയണീക്കും. അപ്പം ബാലേന്ദ്രൻ പറയും, പേടിക്കൊന്നും വേണ്ട, വണ്ടി ഇടിച്ചതല്ല, മുന്നേ പോയവരൊന്ന് ചവിട്ടി പിടിച്ചപ്പോൾ എനിക്കൊന്ന് ചവിട്ടേണ്ടി വന്നതാ. അപ്പോൾ ഗോവർദ്ധനൻ ചോദിക്കും, എവിടെ എത്തി ബാലേട്ടാന്ന്. ബാലേന്ദ്രൻ പറയും, നമ്മളിപ്പോൾ പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, ബാലേട്ടനും അടുത്തങ്ങ് ഞാൻ ഓടിക്കാമെന്ന് പറയും. വേണ്ട, ഇനി കുറച്ചല്ലേ ഉള്ളൂ, നമ്മൾ വരുന്ന കാര്യം അവരെ അറിയിച്ചിട്ടുണ്ടോ ചോദിക്കും. മുൻകൂട്ടി അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പേടിയുണ്ടോ ചോദിക്കും ഗോവർദ്ധനോട്. ഞാനുള്ളപ്പോൾ താനെന്തിനാ പേടിക്കണത്, മരണത്തെ മുഖാമുഖം കണ്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ആളാണ് ഞാനുള്ളപ്പോൾ താൻ പേടിക്കണ്ടെന്ന് പറയും. ഗോവർദ്ധൻ പറയും, പട്ടാളക്കാരനല്ലേ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതൊക്കെ മറ്റുള്ളവരുടെ അടുത്ത്, എൻ്റെ അടുത്ത് വെറും പൂച്ചക്കുഞ്ഞിനെ പോലെയാണ്. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ വീടാണ്. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും നടുക്കാണ് രേവതിക്കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ അലീന അതേപറ്റി ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയും, 2ൻ്റെയും തലയിൽ കയറി ഇരിക്കേണ്ടതാ, അത് ഞാൻ ചെയ്യണില്ല, ഇവിടെ ചിലപ്പോൾ ഓവറാണെന്ന് മാമച്ചൻ പറയും. അപ്പോൾ രോഹിത്തും എന്നെ സപ്പോർട്ട് ചെയ്യും. അത് രേവതിക്കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ രേവതിക്കുട്ടി പറയും, എന്തായാലും വീരൻ്റെ അത്രയ്ക്ക് ഓവറല്ല. അത് കേൾക്കുമ്പോൾ രോഹിത്തിൻ്റെ മുഖം പോകും. അപ്പോൾ മാമച്ചൻ പറയുമ്പോൾ പറയണൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ വിട്ടാൽ മതി. അപ്പോൾ രോഹിത്ത് പറയും, രേവതിക്കുട്ടി പറയട്ടെ, പരക്കും പട്ടി കടിക്കില്ല എന്നാണല്ലോ എന്ന്. അപ്പം മാമച്ചന് ശരി വരും. മാമച്ചൻ പറയും, കിട്ടിയിട്ടുണ്ട്, നല്ല തൊരണം രേവതിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കും. അപ്പം അലീന ചോദിക്കും, നീയല്ലേ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്, പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി, എപ്പം ഉണ്ടാക്കി ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയും, അലീന ചേച്ചി മാത്രമല്ലല്ലോ, ഇവരൊക്കെ വരണതല്ലേ, പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ന് പറയും. എന്നിട്ട് അലീന ചോദിക്കും, എന്താ നിൻ്റെ പ്ലാനിങ്, എന്താ ഇന്ന് നമ്മുടെ പരിപാടി ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഇങ്ങനെ ബീച്ചിൽ പോകണം, പാർക്കിൽ പോകണം, എല്ലാവരും വേഗം ഭക്ഷണം കഴിക്കുക, നമുക്കൊന്നും കൂടി ഒന്ന് ആലോചിക്കാം ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് പറയും. എൻ്റെ മാത്രം അഭിപ്രായം നോക്കിയാൽ പോരല്ലോ, എല്ലാവരുടെയും അഭിപ്രായം നോക്കണ്ടേ, നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അപ്പോൾ അലീന ചോദിക്കും, ഇതിനൊക്കെ ഒന്ന് സമയം ഉണ്ടാവുമോ. അപ്പം മാമച്ചൻ പറയും, അത് അവൾ തീരുമാനിച്ചതല്ലേ, അവൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അവൾ നടത്തിക്കോളും എന്ന് പറയും.
പിന്നെ പറയും ഇവളുടെ സ്വഭാവം എങ്ങനെയാണ്, അവളിങ്ങനെ വായി തൊരാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മളിടയിൽ കയറി പറഞ്ഞോളണം. എന്തായാലും ഇവള് പറയണ പോലെ ചെയ്യാം, ഇവളല്ലേ ഇവിടുത്തെ പ്രധാനമന്ത്രി പറയല്ലേ. അപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് രോഹിത്തും ഭവ്യതയും രേവതികുട്ടിയും കൂടി ഇരുന്ന് ഫോണിൽ എന്തൊക്കെയോ സെൻഡ് ചെയ്യാണ്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട് എത്ര MB, ഇവിടെ നെറ്റ് തീരെ കുറവാണെന്ന് പറയുന്നുണ്ട്. രോഹിത്തിനാണെങ്കിൽ ഭയങ്കര ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മാമച്ചൻ വരുന്നത്. രോഹിത്തിനോട് വന്നിട്ട് ചോദിക്കും നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന്. അപ്പോൾ രോഹിത്ത് പറയും ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് വയ്യാന്ന്. അപ്പോൾ മാമച്ചൻ പറയും നിനക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ നീ മാറിയിട്ട് വരാൻ പറയാം. രോഹിത്ത് പറയും ഡ്രസ്സൊന്നും മാറണ്ട, നമുക്ക് പോവാമെന്ന് പറയും. അപ്പോൾ രേവതികുട്ടി പറയും എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീന ചേച്ചിയോട് പറഞ്ഞിട്ട് പോയിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കും, നിന്നെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രോഹിത്ത് പറയും നിൻ്റെ കയ്യിൽ നോക്കാൻ ഏൽപ്പിക്കാൻ ഞാനെന്താ കൊച്ചു കുട്ടിയാണോ, നീ അലീന ചേച്ചിയോട് പറഞ്ഞാൽ മതി മാമച്ചൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പുറത്ത് പോയി എന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടി പോകും. രേവതികുട്ടി ബബിതേനെയും കൃഷ്ണനെയും റൂമിൽ കൊണ്ടുവന്നാക്കിയിട്ട് പറയും നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ അപ്പോഴേക്കും പോയിട്ട് ബാക്കി പ്ലാനിങ് നടത്താം. അപ്പോൾ അലീന ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളാൻ. അപ്പോൾ ബബിതയ്ക്ക് മാളിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രേവതികുട്ടി പറയും നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ അലീന പറയും അതിന് അങ്കിളിനും ആൻറ്റിക്കും വരാൻ പറ്റണ്ട, എല്ലായിടത്തേക്കും പോകാമെന്ന് പറയും. അപ്പോൾ പറയും അതിന് അങ്കിളും ആൻറ്റിയൊന്നും വരില്ല, നമ്മൾ മാത്രമേ പോകണുള്ളൂ പറയും രേവതികുട്ടി. അപ്പോൾ അലീന പറയും അങ്കിളിനെ ആൻറ്റീനെയും കൊണ്ടുപോകാണ്ട് പോണത് ശരിയല്ല എന്ന്. അപ്പോൾ രേവതികുട്ടി പറയും അതിനവർ വരുന്നില്ലെങ്കിൽ കെട്ടി വിളിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ. എന്നിട്ട് രേവതികുട്ടി കൃഷ്ണനോട് ചോദിക്കും കൃഷ്ണയുടെ ഡാൻസൊക്കെ എങ്ങനെ പോകണമെന്ന്. അപ്പോൾ കൃഷ്ണ ചോദിക്കും ഇതൊക്കെ എങ്ങനെ അറിയാം. അപ്പോൾ രേവതികുട്ടി പറയും അത് ശരി, ഞാനും അലീന ചേച്ചി മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വിചാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയോടും പറയും, അവിടുത്തെ കാര്യങ്ങൾ ചേച്ചി എന്നോടും പറയും. അപ്പം ബബിത പറയും അത് സത്യം കേട്ടോ, നിങ്ങൾ തമ്മിലുള്ള ഫോൺ സംസാരം ഇത്തിരി കൂടുതലാണെന്ന്. പിന്നെ രേവതികുട്ടി പറയും എൻ്റെ ഡാൻസിൻ്റെ ഗുരു അലീന ചേച്ചിയാണ്, നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഞാനും മാമച്ചനങ്ങളെയും ഗ്രേസന്മാരിനെയും കണ്ടിട്ട് ഇവളുടെ കുറ്റം കുറച്ച് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അലീനയും രേവതികുട്ടിയും പോകും. അപ്പോൾ ബബിതയും കൃഷ്ണയും അവർ പോകുന്നതിനെ നോക്കി നിൽക്കുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോൾ കൃഷ്ണ ബബിതയോട് പറയും അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാട്ടോ, അവർ കണ്ടു കഴിഞ്ഞ് ചേച്ചി അനിയത്തിയാണെന്നേ ആരും പറയുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് കൃഷ്ണനെ ഉദ്ദേശിച്ചിട്ട് ബബിത പറയും അങ്ങനെയുള്ള അനിയത്തിമാരെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണമെന്ന്. അപ്പോൾ കൃഷ്ണ പറയും അത് ശരിയാ, അങ്ങനത്തെ ഒരു അനിയത്തി ആവണമെങ്കിലേ മുകളിലുള്ളവർ കടിച്ചു കയറാൻ നിൽക്കാണ്ട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്. അപ്പോൾ ബബിത പറയും എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ രണ്ടുപേരും അവിടെ പോയി കിടക്കും. അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എന്ന് ബബിതയോട് ചോദിക്കുന്നുണ്ട് കൃഷ്ണ. ബാലേന്ദ്രനോട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് ബാലേട്ടനെ ഇതുവരെ ഓടിച്ചിട്ട് മടുത്തില്ലേന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും എല്ലാവരുടെയും വിചാരം സൈഡ് സീറ്റിലിരുന്ന് കാഴ്ച കാണാത്ത സുഖം എന്നാണ്, പക്ഷേ ഏറ്റവും സുഖമുള്ള കാര്യം വണ്ടി ഓടിക്കുക എന്താണെന്ന്. ഇപ്പോഴൊന്നും ബാലേന്ദ്രനെ മടുക്കില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് താനും ജില്ലെന്ന് ഇരിക്കുമെന്ന് പറയും. എന്നിട്ടിങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മുടെ അലീനനെ രേവതികുട്ടി മാമച്ചൻ്റെ ഗ്രേസമ്മടി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അലീനയ്ക്കൊരു മടി, അവരുടെ റൂമല്ലേന്ന്. അപ്പോൾ രേവതികുട്ടി പറയും അവർ വിളിച്ചിട്ടല്ലേ വായോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഗ്രേസമ്മ ചോദിക്കും നീ പാലയെന്ന് പോവാന്ന് പറയണ്ടായിരുന്നല്ലോ, എന്താ കാര്യം ചോദിക്കും. അപ്പോൾ അലീന പറയും ഞാനിവിടെ നിൽക്കണോണ്ടല്ലേ മേഡം തിരിച്ചു വരാത്തത്, മേഡം വീട്ടിൽ നിന്ന് പോയത്, ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, എന്നാലും മേഡം തിരിച്ചു വരുള്ളൂ പറയും. അപ്പം ഗ്രേസമ്മ ചോദിക്കും തിരിച്ചു വന്നില്ലെങ്കിൽ എന്താ. അലീന പറയും അതൊരു കുടുംബമല്ലേ ആൻറ്റി, അച്ഛൻ അമ്മ മക്കൾ ഞാനുള്ളതുകൊണ്ടല്ലോ അത് പിളർന്നത്, ഞാൻ പോയി അവർ ഒത്തു ശരിയാണെങ്കിൽ ചേരട്ടെ എന്ന് പറയും. അപ്പം ഗ്രേസമ്മ പറയും എന്ത് കഷ്ടം അത്, എല്ലാം ശരിയാക്കാൻ നീ വേണ്ടി വന്നു, ഇപ്പം നിന്നെ ആവശ്യം കഴിഞ്ഞാൽ പോയിക്കോളാൻ പറയാലേന്ന്. അപ്പോൾ അലീന പറയും ആരും പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ ആൻറ്റി, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകണമല്ലേന്ന്. അപ്പോൾ രേവതികുട്ടി പറയും ഇത് പ്രഷർ തന്നിട്ട് പോണതല്ലേ, മേഡത്തിൻ്റെ നിർബന്ധത്തിന് പോണതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാമച്ചൻ ചോദിക്കും അല്ല ഇത് ബാലേന്ദ്രന് സ്വന്തം ഭാര്യയോട് തുറന്ന് പറഞ്ഞൂടെ അതുകൊണ്ട് എന്താന്ന്. അപ്പോൾ അലീന അങ്ങനെ ആകെ വിഷമത്തിൽ നോക്കിയിട്ട് നിൽക്കണം.